കോവിഡ്-19 പശ്ചാത്തലത്തിൽ സാമ്രാജ്യത്വ മുതലാളിത്ത പ്രതിസന്ധിയും ഇടതുപക്ഷവും എന്നുള്ള വിഷയം സംബന്ധിച്ചാണ് ഇന്ന് സംസാരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. മുതലാളിത്തത്തിൻ്റെ ഏറ്റവും ഉയർന്ന കാലഘട്ടമാണ് സാമ്രാജ്യത്വമെന്ന് ലോകത്തോട് വിശദീകരിച്ചത് വിപ്ലവ ആചാര്യനായ സഖാവ് ലെനിൻ ആയിരുന്നു. മുതലാളിത്തത്തിൻ്റെ ഏറ്റവും ഉന്നതമായ വളർച്ച എന്ന അർത്ഥത്തിലല്ല ആ പ്രയോഗം നടത്തിയിട്ടുള്ളത്. മരണാസന്നമായ ഒരു വ്യവസ്ഥ എന്ന നിലയിലാണ്, മോറിബണ്ട് ബൂർഷ്വാസി എന്ന രീതിയിലാണ് സാമ്രാജ്യത്വത്തെ വിശകലനം ചെയ്തത്. സാമ്രാജ്യത്വം തനിയെ അവസാനിക്കുമെന്ന് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റുകാരും വിശ്വസിക്കുന്നില്ല. മാർക്സ് തന്നെ ചൂണ്ടിക്കാണിച്ചത് മുതലാളിത്തം പ്രതിസന്ധി നിറഞ്ഞ ഒരു സമ്പദ് വ്യവസ്ഥയാണ്. ഒരു പ്രതിസന്ധിയിൽ നിന്ന് മറ്റൊരു പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുന്ന നിലയാണ് ഓരോ സന്ദർഭത്തിലും മുതലാളിത്തം അഭിമുഖീകരിക്കുന്നത്. മുതലാളിത്ത സമൂഹത്തിൻ്റെ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സാധിക്കണമെങ്കിൽ നിലവിലുള്ള വ്യവസ്ഥ മാറ്റി ഒരു പുതിയ സോഷ്യലിസ്റ്റ് വ്യവസ്ഥക്ക് പകരം വെക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ ഈ സാമൂഹ്യ പരിവർത്തനം എന്ന മാർക്സും ലെനിനുമെല്ലാം ഉയർത്തിപ്പിടിച്ച സോഷ്യലിസ്റ്റിലേക്ക് നീങ്ങാനും ലോകത്താകെ ജനങ്ങളുടെ, പാവപ്പെട്ടവൻ്റെ, അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ അവർ പ്രതീക്ഷിക്കുന്ന ഒരു ലോകം സൃഷ്ടിക്കാനും സാധിക്കുകയുള്ളൂ. സ്വാഭാവികമായും ചരിത്രത്തിൻ്റെ ഭാഗമായി സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് ശക്തമത്തായി ലോകത്തിൻ്റെ മുമ്പിൽ ഉയർന്നു വരികയുണ്ടായി. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ സോവിയറ്റ് റഷ്യ തകരുകയും മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറുകയും വിവിധ രാജ്യങ്ങളായിട്ട് മാറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക്, ഛിന്ന ഭിന്നമാവുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ചരിത്രത്തെ ഗൗരവപൂർവ്വം സമീപിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുതലാളിത്തത്തിൽ നിന്ന് പരിവർത്തനം നേടി സോഷ്യലിസ്റ്റിലേക്ക് വന്ന ചില രാജ്യങ്ങൾ ഇപ്പോൾ ലോകത്തുണ്ട്. ഇനിയും ആ തലത്തിലേക്ക് ലോകരാജ്യങ്ങൾ മാറേണ്ടത് ഉണ്ട് താനും. ആ മാറ്റം അനിവാര്യമാക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി പ്രവർത്തനങ്ങളും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സംഘടനാ രീതിയിലുള്ള ശക്തമത്തായ ഇടപെടലുകളും ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ വേണം കോവിഡ്-19 സംബന്ധിച്ചിടത്തോളം പരിശോധിക്കാൻ. ഇപ്പോൾ ലോകത്തെ ഏറ്റവും വികസിതമായ മുതലാളിത്ത രാജ്യം, സാമ്രാജ്യത്വ രാജ്യം, അതിൻ്റെ സാമ്പത്തിക, സൈനിക ശേഷി അടിസ്ഥാനപ്പെടുത്തി ലോകത്തെയാകെ ഭയപ്പെടുത്തി തന്നോടൊപ്പം നിർത്തുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, പോലീസ് ചമയുന്ന ലോകത്തിലെ പ്രമുഖ രാജ്യമാണ് അമേരിക്ക. അമേരിക്കൻ സാമ്രാജ്യത്വത്തെ സംബന്ധിച്ചിടത്തോളം ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളെ രോഗം ബാധിക്കുകയും ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുകയും ചെയ്തിട്ടുള്ളത് അമേരിക്കയിലാണ്. ലോകത്തെമ്പാടുമുള്ള ജനത സ്വാഭാവികമായിട്ടും ചിന്തിക്കും, ലോകോത്തരമായ ആശുപത്രികളും ഫലപ്രദമായ ചികിത്സാ സംവിധാനങ്ങളുമുള്ള ഈ അമേരിക്കയിൽ എന്തുകൊണ്ടാണ് പതിനായിരക്കണക്കിന് ആളുകൾ, ഇന്ന് 54,000-ലധികം ആളുകളാണ് അവസാനത്തെ കണക്കനുസരിച്ച് മരിച്ചത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ മരിക്കുന്നത് എന്നുള്ള സ്വാഭാവികമായ ചോദ്യം ഉയർന്നു വരുന്നതാണ്. അമേരിക്കയിലെയും ലോകത്തെമ്പാടുമുള്ള വലിയ ഒരു വിഭാഗം ജനങ്ങളെ ചികിത്സിക്കാൻ
സാധിക്കുന്ന ലോകോത്തരമായ ആശുപത്രികളുള്ള രാജ്യമാണ് അമേരിക്ക എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. എന്നാൽ അമേരിക്കൻ ജനത അഭിമുഖീകരിക്കുന്ന COVID-19 പോലെയുള്ള അസുഖം, മഹാമാരി ലോകമാകെ അഭിമുഖീകരിക്കുമ്പോൾ അമേരിക്കയിൽ ആ രോഗം ബാധിച്ചവരെ ചികിത്സിക്കുന്നതിന് ജനകീയ പശ്ചാത്തലമുള്ള, ജനകീയ തലത്തിൽ ആരോഗ്യ പ്രവർത്തകരെ അണിനിരത്തി മുമ്പോട്ടേക്ക് പോകുന്ന ഒരു സമ്പദ് വ്യവസ്ഥയോ ഒരു രീതിയോ അമേരിക്കയിലില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായ കാര്യം. ഇപ്പോൾ ചികിത്സിക്കാൻ സൗകര്യമില്ലാത്തത് മാത്രമല്ല, ആ സൗകര്യം വളരെ പരിമിതമായ രീതിയിൽ ഒരു വലിയ സമ്പന്ന വിഭാഗത്തിന് മാത്രമാണ് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ദശലക്ഷക്കണക്കിന് വരുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പിന്നണിയിൽ നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ഈ ചികിത്സാ സൗകര്യങ്ങളൊന്നും നേടാനാവുന്നില്ല. അപ്രാപ്യമായ രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതാണ് വ്യവസ്ഥയുടെ പ്രശ്നം ഗൗരവപൂർവ്വം ചർച്ച ചെയ്യപ്പെടുന്നതിലേക്ക് എത്തുന്നത്. സാമ്രാജ്യത്വ രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് COVID-19 അതിഗൗരവതരമായ രീതിയിൽ ബാധിച്ചപ്പോൾ, ജനങ്ങളെ അത് വലിയ രീതിയിൽ ബാധിച്ചപ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി എന്തുകൊണ്ട് ഫലപ്രദമായിട്ട് സാധിച്ചില്ല എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കാണണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ചരിത്രത്തിൻ്റെ പിന്നിലേക്ക് കടന്നു പോകുമ്പോൾ വാൾ സ്ട്രീറ്റ് ഒക്കുപ്പൈഡ് പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അമേരിക്കയിൽ തൊഴിലാളി വർഗ പ്രസ്ഥാനമോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമോ സജീവമായിട്ട് ഇല്ല. വളരെ ദുർബലമായ പ്രസ്ഥാനങ്ങളാണ്. അരാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അരാജക പ്രസ്ഥാനങ്ങളും എല്ലാം ചേർന്ന് വാൾ സ്ട്രീറ്റ് പിടിച്ചെടുക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു സമരം അവർ സംഘടിപ്പിക്കുകയുണ്ടായി. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരൊന്നുമല്ല. അതിന് നേതൃത്വം കൊടുത്തവരിൽ ഒരു വലിയ വിഭാഗം അരാഷ്ട്രീയവാദികളും അരാജകവാദികളുമാണ്. പക്ഷേ അവർ സമരം ആരംഭിച്ചു. സമരം ഒരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അവർക്ക് തന്നെ പറയേണ്ടി വന്നു, ഞാൻ നേരത്തെ പറഞ്ഞ അരാജകവാദികളും അരാഷ്ട്രീയവാദികളുമായി ഇവർക്ക് തന്നെ പറയേണ്ടി വന്നു, ഞങ്ങൾ 99%, നിങ്ങൾ 1%. ഈ 99%-ൻ്റെയും ജീവിതം ദുരിതപൂർണമായിരിക്കുകയാണ്. 1%-ൻ്റെ കയ്യിലാണ് സമ്പത്ത് മുഴുവൻ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. സാമ്രാജ്യത്വ മുതലാളിത്ത രാഷ്ട്രങ്ങളുടെ പൊതുവായ ചിത്രം പരിശോധിച്ചാൽ ലോകവ്യാപകമായിട്ട് ബാധകമായ ഒരു നിയമമായിട്ട് തന്നെ ഇത് നിൽക്കുകയാണ്. 1%-ൻ്റെ കയ്യിൽ സമ്പത്ത് മുഴുവൻ കേന്ദ്രീകരിക്കുകയും സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുന്ന മുതലാളിത്ത പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ ജീവിതവും പൗരസ്വാതന്ത്ര്യവും ജനാധിപത്യവും ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ളതിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തലാണ് COVID-19 രൂപപ്പെട്ട് വന്നപ്പോഴും നമുക്ക് കാണാൻ കഴിഞ്ഞത്. അന്ന് പറഞ്ഞു വെച്ചത് ശരിയായിരുന്നുവെന്നും സമരത്തിൻ്റെ അവസാന ഘട്ടമാകുമ്പോൾ സാമൂഹ്യമായ ഉൽപ്പാദനവും സാമൂഹ്യമായ വിതരണത്തിനും കൂടിയല്ലാതെ അമേരിക്കൻ ജനതയ്ക്ക് രക്ഷയില്ല എന്ന മാർക്സിസത്തിൻ്റെ ശരിയായ കാഴ്ചപ്പാട് അവർക്ക് മുന്നോട്ടേക്ക് വെക്കേണ്ടി വന്നു. അരാഷ്ട്രീയവാദവും അരാജകവാദവുമായിട്ടാണ് തുടങ്ങിയതെങ്കിലും സമരാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു വർഗസമര പോരാട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അവസാനം അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് മാർക്സ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ സാമൂഹ്യമായ ഉൽപ്പാദനത്തിലേക്കും സാമൂഹ്യമായ വിതരണത്തിലേക്കും എന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റിലേക്കല്ലാതെ വേറൊരു പോംവഴിയില്ല എന്ന് അവർക്ക് പറയേണ്ടി വന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ സാമ്പത്തിക നിലപാടുകൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ കോർപ്പറേറ്റുകളുടെ താല്പര്യവും അവരുടെ വളർച്ചയുമാണ്. സാധാരണ രാജ്യങ്ങളുടെ വളർച്ചാ തോത് മനസ്സിലാക്കുന്നതിന് GDPയെ പറ്റിയാണ് പറയുക. അമേരിക്കയുടെ GDP എന്ന് പറയുന്നത് കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ വളർച്ചയുടെ ചിത്രമാണ്.
അത് ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളത് സത്യം. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ സാമ്രാജ്യത്വ മുതലാളിത്ത രാജ്യങ്ങളിലെ വികസന തോത്, വികസന നിരക്ക് അല്ലെങ്കിൽ GDP ഏതാണ്ട് -3% നീങ്ങുന്നു എന്നാണ് ഇപ്പോൾ അവസാനമായിട്ട് പറയുന്ന സ്ഥിതി. IMF തന്നെ അത് അടിവരയിടുകയാണ്. -3% എത്തുകയാണ്. എന്തായിരിക്കും സാമ്പത്തിക സ്ഥിതി എന്ന് ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. ലോക മുതലാളിത്തം ഗുരുതരമായ പ്രതിസന്ധിയിൽ നിന്ന് അതിനേക്കാൾ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക്, മാന്ദ്യത്തിലേക്ക്, മഹാമാന്ദ്യത്തിലേക്കൊക്കെ നീങ്ങുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. COVID-19 പശ്ചാത്തലത്തിൽ സൂക്ഷ്മമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് കാണാം. ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കാൻ പോവുകയാണ്, ഉത്കണ്ഠപ്പെടേണ്ടുന്ന ഒരവസ്ഥയാണ് രാജ്യം അഭിമുഖീകരിക്കുന്നത്, ലോകം അഭിമുഖീകരിക്കുന്നത് എന്ന ഗൗരവതരമായ ഒരു ചിന്തയും അമേരിക്കൻ ഭരണവർഗത്തിനും അതിന് നേതൃത്വം കൊടുക്കുന്ന തീവ്ര വലതുപക്ഷ നേതാവായ ട്രംപിനും ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാണ്. ചൈനയിൽ വൈറസ് COVID-19 വ്യാപിക്കുന്ന സന്ദർഭം വന്നപ്പോൾ ചൈനയ്ക്കെതിരായിട്ട് വ്യാപകമായ പ്രചരണമായിരുന്നു. ട്രംപ് അന്ന് വിശദീകരിച്ചത് ഇത് ചൈനീസ് രോഗമാണ് എന്നാണ്, ചൈനയുടെ ഭാഗമായിട്ടാണ് എന്നാണ്. കൊറോണ യഥാർത്ഥത്തിൽ ചൈനയുടേതാണ്, ചൈനീസ് കൊറോണയാണ് എന്ന വിശദീകരണവും വിശകലനവുമാണ് നടത്തിയത്. ഒരു ഘട്ടത്തിൽ ചൈന തന്നെ ഇത് ഉൽപ്പാദിപ്പിച്ചതാണ് എന്ന വ്യാജ പ്രചരണത്തിന് മുമ്പിൽ നിൽക്കുന്ന സ്ഥിതിയും അമേരിക്കയിൽ ട്രംപ് ഉൾപ്പെടെയുള്ള ഭരണാധികാരി വർഗം, അതിൻ്റെ വക്താക്കൾ മുന്നോട്ടേക്ക് വരികയുണ്ടായി. സംഭവങ്ങൾ ഇങ്ങനെ ദിവസങ്ങൾ കഴിയുന്നതിനനുസരിച്ച് സങ്കീർണമായിക്കൊണ്ടിരിക്കുമ്പോൾ അമേരിക്കയെയും വൈറസ് ബാധിച്ചു. അപ്പോഴും ട്രംപിന് ഈ വൈറസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്കണ്ഠ ഉണ്ടായിരുന്നില്ല. ട്രംപ് പറഞ്ഞത് ഇതൊരു കാര്യമാക്കേണ്ട കാര്യമില്ല. മാർച്ച് 9 നടത്തിയ നിരവധി പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്, ഒരുപാട് അപകടങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അബദ്ധങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാർച്ച് 9 നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞത്, വിശദീകരിച്ചത്, സാധാരണ ഫ്ലൂ ബാധിച്ചാൽ, ജലദോഷവും പനിയും ഉൾപ്പെടെയുള്ള രോഗം ബാധിച്ച് ഒരു വർഷം അമേരിക്കയിൽ കഴിഞ്ഞ വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ 27,000 ആളുകൾ മരിച്ചിട്ടുണ്ട്. ശരാശരി 20,000 മുതൽ 70,000 വരെ ആളുകൾ ഈ ഫ്ലൂ പിടിച്ച് മരിക്കുന്ന അവസ്ഥ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും ഉണ്ടാവുന്നതാണ്. അപ്പോഴൊന്നും ഞങ്ങൾ അടക്കാറില്ല. അപ്പോഴൊന്നും ഫാക്ടറികളും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന അല്ലെങ്കിൽ തിങ്ങി വരുന്ന മേഖല ഉൾപ്പെടെ ചന്ത, മാർക്കറ്റുകൾ ഉൾപ്പെടെ ഒന്നും അടക്കാറില്ല. എല്ലാം തുറന്ന് വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളിതിനെ നേരിട്ടുള്ളത്. ആ ശീലം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് അമേരിക്കയിലെ COVID-19 നേരിടുന്നതിന് ഞങ്ങൾക്ക് പ്രയാസമില്ല എന്നുള്ള നിലയായിരുന്നു ആദ്യം സ്വീകരിച്ചത്. ഇപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ചിത്രം മാറി. ആർക്കെതിരായിട്ടാണോ അതിശക്തമായ രീതിയിലുള്ള പ്രചാരവേല ആദ്യം അമേരിക്ക സംഘടിപ്പിച്ചത്, അത് ചൈനക്കെതിരായിട്ടാണ്. ആ ചൈനയോട് തന്നെ COVID-19 പ്രതിരോധത്തിനാവശ്യമായ രീതിയിലുള്ള സഹായം വേണം എന്ന് അഭ്യർത്ഥിക്കുന്ന നിലയിലേക്ക് എത്തി. ആളുകൾ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകളെ രോഗം ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സന്ദർഭത്തിലും ട്രംപ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഒരു സാമ്രാജ്യത്വ മുതലാളിത്ത രാജ്യത്തിൻ്റെ സാമ്പത്തിക ഘടനയുമായിട്ട് ബന്ധപ്പെട്ട നിലപാടുകൾ തന്നെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയിരക്കണക്കിന് ആളുകൾ മറ്റ് രോഗങ്ങൾ കൊണ്ട് മരിച്ചു വീഴുന്ന രാജ്യമാണ് ഈ അമേരിക്ക എന്ന് പറഞ്ഞപ്പോൾ തന്നെ COVID-19 ഭാഗമായിട്ട്
ആരും ഉത്കണ്ഠപ്പെടേണ്ടതില്ല, ഞങ്ങളിതിനെ അതിജീവിക്കുക തന്നെ ചെയ്യും. അതിജീവിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും അവസാനത്തെ 54,000-ലധികം ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണല്ലോ ചിത്രം. ഏതാണ്ട് 10 ലക്ഷത്തിനടുത്ത് ആളുകൾ രോഗം ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണല്ലോ അവസ്ഥ. ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞു വെച്ചത് എന്താ? ഇതിന് പറ്റാവുന്ന മരുന്ന് ഇത് ബാധിച്ചവരുടെ മേലെ അൾട്രാ വയലറ്റ് രശ്മികൾ പതിപ്പിക്കണം. ലോകത്തെ ഒരു ഭരണാധികാരി ലോകത്തോട് പറയുന്നതാണ് പത്രസമ്മേളനത്തിൽ പരസ്യമായിട്ട്. എന്നാൽ കോവിഡിനെ പ്രതിരോധിക്കാനാവും. അതോടൊപ്പം തന്നെ പറയാണ് അണുനാശിനിയെ ഉപയോഗിക്കണം. അണുനാശിനി കൊടുത്താൽ COVID-19 ബാധിച്ച രോഗികൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ അതാണ് നൽകേണ്ടത് എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ ചില കമ്പനികൾ തന്നെ ഏറ്റവും അവസാനം പറഞ്ഞു വെച്ചിരിക്കുകയാണ് ആ മരുന്ന് കഴിക്കരുത് എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അബദ്ധജടിലമായ ധാരണകളോടെ അന്ധവിശ്വാസാടിസ്ഥാനത്തിലുള്ള നിലപാടുകളിലൂടെ ഈ COVID-19 അഭിമുഖീകരിക്കാനാവുമെന്നുള്ള പ്രചാരവേല ലാഘവത്തോടു കൂടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് കൈകാര്യം ചെയ്യുന്നത്. ഒരു ഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു, ഞങ്ങളിതിനെ അഭിമുഖീകരിക്കും, എനിക്കതിൽ ഉത്കണ്ഠയില്ല. സാധാരണ നിലയിൽ ഇങ്ങനെ ഒരു വൈറസ് ആക്രമണം ഉണ്ടായാൽ ചുരുങ്ങിയത് 10 ലക്ഷം ആളുകൾ മരിക്കും. എന്നാൽ ഞാൻ നടത്തുന്ന ഫലപ്രദമായ ഇടപെടലിൻ്റെ ഫലമായി നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ കഴിയും. 2 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ മരിക്കില്ല. എന്തൊരു വിരോധാഭാസമായ പ്രസ്താവനയാണ്. അപ്പോൾ 2 ലക്ഷം ആളുകൾ മരിച്ചാലും നിങ്ങളാരും ഭയപ്പെടേണ്ടതില്ല, ഉത്കണ്ഠപ്പെടേണ്ടതില്ല എന്ന വിശദീകരണത്തിലേക്ക് എത്തുകയാണ് ഭരണാധികാരി വർഗത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ട്രംപ് എന്നുള്ളത് അമേരിക്കൻ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. അമേരിക്കൻ ജനതയെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് പുറത്തു വന്ന യുഗവ് എന്ന് പറയുന്നൊരു കമ്പനി നടത്തിയിട്ടുള്ളൊരു സർവേ ഉണ്ട്. ആ സർവേയിൽ പറയുന്നത്, അവർ താരതമ്യം ചെയ്തുകൊണ്ടാണ് പറയുന്നത്, ആ സർവേയിൽ അവർ പറയുന്നത് വിയറ്റ്നാമിൽ 95% ജനങ്ങൾ കോവിഡിൻ്റെ ഗൗരവതരമായ ഭീഷണി രൂപപ്പെട്ട് വന്നപ്പോൾ ഗവൺമെൻറ്റിനോടൊപ്പം ഭരണകൂടത്തോടൊപ്പം നിൽക്കുന്നു എന്നാണ് സർവേയിൽ വ്യക്തമാക്കിയത്. അപ്പോൾ വിയറ്റ്നാമിലെ 95% ജനങ്ങൾ ഈ യുഗവ് എന്ന കമ്പനിയുടെ സർവേയുടെ ഭാഗമായിട്ട് ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അമേരിക്കയിൽ എന്താണ് അവസ്ഥ എന്നവർ പരിശോധിച്ചു. ട്രംപിൻ്റെ നിലപാടിനോട്, സമീപനത്തോട് 65% ജനങ്ങൾ ശക്തിയായിട്ട് എതിർത്ത് നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്നവർ പുറത്തു കൊണ്ടുവന്നു. ഇതാണ് ഒരു വ്യത്യാസം എന്ന രീതി നമുക്ക് ചൂണ്ടിക്കാണിക്കാനാവുക. വളരെ ഗൗരവമുള്ള മറ്റൊരു പ്രശ്നം മുതലാളിത്ത സാമ്രാജ്യത്വ രാജ്യങ്ങളിൽ അതിൻ്റെ ഉൽപ്പാദന വിതരണ ഘടനയെയാണ് പ്രധാനമായിട്ടും ഭരണകൂടം കൈകാര്യം ചെയ്യുന്നത്. പറഞ്ഞാൽ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ താല്പര്യമാണ്. അവിടെ ജനങ്ങളുടെ താല്പര്യം എന്നുള്ളതൊരു പ്രശ്നമല്ല. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് വന്ന കണക്കിൽ, ഇന്നത്തെ കണക്ക് പ്രകാരം 54,265 പേരാണ് മരിച്ചത്. ആ മരിച്ചവരിൽ ഏറ്റവും അവസാനത്തെ കണക്കിൽ 65 വയസ്സിന് മേലെ, അതായത് മരണസംഖ്യയുടെ ഭാഗമായിട്ടുള്ള കണക്ക് പരിശോധിച്ചപ്പോൾ 65%-ലധികം വരുന്ന ആളുകൾ മരിച്ചത് 40,000-ഓളം ആളുകളാണ്. അതായത് 54,265-ൽ
മരണപ്പെട്ട 40,000-ലധികം ആളുകൾ 65 വയസ്സ് കഴിഞ്ഞവരാണ് എന്നതാണ് വാർത്ത. ആവശ്യത്തിന് വെന്റിലേറ്റർ ഉൾപ്പെടെ ചികിത്സാ സൗകര്യങ്ങൾ ആ രാജ്യവ്യാപകമായിട്ട് ഉയർന്നു വന്ന, പ്രത്യേകിച്ച് 10-15 സ്റ്റേറ്റുകളിൽ പൂർണ്ണമായിട്ട് തന്നെ ആക്രമിക്കപ്പെട്ട ഈ രോഗം പ്രതിരോധിക്കുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് വൃദ്ധ ജനതയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഫലപ്രദമായ ഒരു പ്രവർത്തനവും നടത്താനായില്ല. ഇതിൽ നിന്നാണ് 65% ജനത ട്രംപിൻ്റെ നിലപാടിനെതിരായിട്ട് അതിശക്തിയായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് നിങ്ങൾ കാണണം. ഉൽപ്പാദനക്ഷമമല്ലാത്ത 65 വയസ്സ് കഴിഞ്ഞ ഈ വയോജനങ്ങൾ മരിക്കുന്നതുകൊണ്ട് രാജ്യത്തിനൊന്നും സംഭവിക്കാനില്ല എന്ന മനസ്സിലിരിപ്പാണ് ഈ വയോജനങ്ങളുടെ മരണത്തിലേക്ക് എത്തിച്ചേർന്ന ഏറ്റവും ഗൗരവതരമായ പ്രശ്നം എന്ന കാര്യം സംശയമില്ലാത്ത രീതിയിൽ പറയാൻ കഴിയുന്നതാണ്. തീർച്ചയായിട്ടും ഈ മരിച്ചുപോയ 40,000-ഓളം വരുന്ന വയോജനങ്ങളിൽ ഫലപ്രദമായ ചികിത്സ നടത്താൻ സാധിച്ചിരുന്നുവെങ്കിൽ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു എന്നുള്ളതിൻ്റെ നേരെ സാമ്പിളാണ് കേരളത്തിലേക്ക് വന്നാൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ യഥാർത്ഥത്തിൽ അവിടെ ഒരു സംസ്ഥാനം എന്ന രീതിയിൽ പരിശോധിച്ച് നോക്കിയാൽ അത് ന്യൂയോർക്കാണ്. ജനുവരി 30 ന്യൂയോർക്കിൽ ആദ്യത്തെ കോവിഡ് രോഗം സ്ഥിരീകരിക്കുകയാണ്. ജനുവരി 30 കേരളത്തിലും സ്ഥിരീകരിക്കുകയാണ്. 2 മാസം കഴിഞ്ഞപ്പോൾ ന്യൂയോർക്കിൽ 20,000 ആളുകൾക്ക് രോഗം ബാധിച്ചു. ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു. കേരളത്തിൽ അതേ സമയത്ത് 158 ആൾക്കാണ് രോഗം ബാധിച്ചത്. അപ്പോൾ നമുക്ക് അതിൽ വയോവൃദ്ധന്മാരുൾപ്പെടെയുള്ള, വൃദ്ധകൾ ഉൾപ്പെടെയുള്ള 91 വയസ്സ് 86 വയസ്സ് ഒക്കെ പ്രായമുള്ള പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടെ ഇവിടെ രോഗം മാറി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്ന സാഹചര്യമുണ്ടായി. അപ്പോഴാണ് ഞാൻ അമ്പരപ്പിക്കുന്ന കണക്ക് നേരത്തെ പറഞ്ഞത്. പ്രായമുള്ളവരിൽ നല്ലൊരു ശതമാനം ആളുകൾ, ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഏതാണ്ട് 40,000-ഓളം ആളുകൾ 65 വയസ്സ് കഴിഞ്ഞവർ മരിച്ചു പോകുന്നു. വലിയ ഒരു ജനത ഈ അപകടത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മരിച്ചു വീഴുമ്പോൾ ഒരു തരത്തിലുള്ള ഉത്കണ്ഠയും പ്രകടിപ്പിക്കാൻ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനാവുന്നില്ല. അപ്പോൾ അവരെന്താ പറയുന്നത്? അപ്പോഴവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തെ അടിസ്ഥാനപ്പെടുത്തി തന്നെ ഫ്ലൂ വന്നിട്ട് 20,000-നും 70,000-നും ഇടയിൽ ആളുകൾ മരിച്ചു വീഴുന്ന അമേരിക്കയിൽ ഞങ്ങൾ അടച്ചുപൂട്ടുന്നില്ല, അടച്ചിടാറില്ല. ഗവർണർമാർ ഉൾപ്പെടെയുള്ള ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവർ തന്നെ ശക്തമത്തായ രീതിയിൽ അടച്ചിടണമെന്ന വാദം മുന്നോട്ടേക്ക് വെക്കുമ്പോൾ അടച്ചിടേണ്ടുന്ന പ്രശ്നമില്ല എന്ന രൂപത്തിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ അനന്തരഫലം എന്താ? ഇതിൻ്റെ അനന്തരഫലം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികൾ, ബോയിങ് കമ്പനി വിമാനം നിർമ്മിക്കുന്ന കമ്പനിയാണ്. ട്രംപ് പറയുകയാണ് 27,000 തൊഴിലാളികൾ പണിയെടുക്കുന്ന ഫാക്ടറി, കൂട്ടമായിട്ട് ജോലി ചെയ്യുന്ന കേന്ദ്രം, അത് തുറക്കണം എന്നാണ് പറയുന്നത്. കാർഷിക ആയുധങ്ങൾ നിർമ്മിക്കുന്ന കമ്പനി, 22,000 ആളുകൾ പങ്കെടുക്കുന്ന കമ്പനിയാണ്, അത് തുറക്കണം എന്നാണ് ട്രംപ് പറയുന്നത്. ഗവർണർമാർ ശക്തിയായിട്ട് എതിർക്കുകയാണ്. അപ്പോൾ രോഗവ്യാപനം തടയുന്നതിനാവശ്യമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിന് പകരം രോഗവ്യാപനത്തിലേക്ക് രാജ്യത്തെ നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ഇടപെടൽ നടത്തുന്നു എന്നുള്ളതാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ അതിൻ്റെ പച്ച മലയാളം. എന്തേ ഇതിനടിസ്ഥാനം?
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വയോജനങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ ചികിത്സ ഫലപ്രദമായി നടത്താനാവുന്നില്ല. അതിനുള്ള ഭൗതിക പശ്ചാത്തലം അവിടെ താഴെ തലം വരെയില്ല, എല്ലാം മേലെ മാത്രമേ ഉള്ളൂ. ജനങ്ങൾ ചത്തൊടുങ്ങുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ അവർക്കാവുന്നില്ല. മരിച്ചു പോട്ടെ എന്ന മാനസികാവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. രോഗവ്യാപനം തടയണമെന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു ഉത്കണ്ഠയും അവർക്കില്ല. രോഗവ്യാപനം നടന്നോട്ടെ എന്നുള്ള രീതിയിലാണ്. എന്തേ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം? ഒറ്റ കാര്യമാണ്, കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ സംരക്ഷണമാണ് പ്രധാനപ്പെട്ട പ്രശ്നം. മുതലാളിത്തത്തിൻ്റെ നിലനിൽപ്പും വളർച്ചയും എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയുന്നത് പോലെ ചരക്കുൽപാദനമാണ്. ആ ചരക്കുൽപാദനത്തിന് തൊഴിലാളി വർഗത്തെ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഉൽപാദക ശക്തികൾ എന്ന രീതിയിൽ സാധിക്കുകയുള്ളൂ. ആ ഉൽപാദന ശക്തികളായിട്ടുള്ള അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമായ തൊഴിലാളി വർഗത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10,000-കണക്കിന് ആളുകളെ കൂട്ടമായ പ്രവർത്തനത്തിലേക്ക് നയിച്ചുകൊണ്ട് കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ വളർച്ച അനസ്യൂതം മുന്നോട്ടേക്ക് നയിക്കാൻ ബാധ്യസ്ഥപ്പെട്ട സാമ്രാജ്യത്വം, അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ട്രംപ് പ്രസിഡൻറ്റ് എങ്ങനെയും ഉൽപ്പാദന പ്രക്രിയയിൽ ഇടപെടണം എന്ന് തീരുമാനിച്ച് മുമ്പോട്ടേക്ക് പോവുക. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, സ്വാഭാവികമായ രീതിയിലല്ലാതെ ഗവൺമെൻറ്റിൻ്റെ ഫലപ്രദമായ പ്രതിരോധത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരിക്കലും വൈറസിനെ പിടിച്ചു കെട്ടാനുള്ള ഒരു ശ്രമവും അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല. മാത്രമല്ല, അവരെല്ലാം ചേർത്തുകൊണ്ട് അടച്ചുപൂട്ടൽ നിലപാട് അവസാനിപ്പിച്ച് ഉൽപ്പാദന പ്രക്രിയയിലേക്ക്, മാർക്കറ്റിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ള നിലപാടാണ് അമേരിക്ക എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സാമ്രാജ്യത്വത്തെ സംബന്ധിച്ചിടത്തോളം പൊതുവായിട്ട് പറയുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ചിത്രം. ഇപ്പോൾ സാമ്രാജ്യത്വ രാജ്യങ്ങൾ മറ്റ് രാജ്യങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെ കണക്കൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. ഓരോ ദിവസവും നിങ്ങൾ എല്ലാവരും കേൾക്കുന്ന കണക്ക് തന്നെയാണ്. അതിപ്പോൾ സ്പെയിൻ എടുത്ത് പരിശോധിച്ചാൽ, ഇറ്റലി എടുത്ത് പരിശോധിച്ചാൽ, ജർമ്മനി ആയാലും ഇവിടെയെല്ലാം മരണസംഖ്യ കൂടി. ആഗോളവൽക്കരണ പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്വകാര്യവൽക്കരണമാണ്. മുതലാളിത്ത സാമ്രാജ്യത്വ രാജ്യങ്ങളിലെ ആരോഗ്യമേഖലയിലെ പ്രവർത്തനങ്ങൾ മുഴുവൻ സ്വകാര്യവൽക്കരിക്കണം എന്നാണ് കൃത്യമായിട്ട് തീരുമാനിച്ചത്. ആ തീരുമാനം നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ടുള്ള ഗുരുതരമായ പ്രതിസന്ധി ഈ രാജ്യങ്ങളെല്ലാം ഉണ്ടായി എന്നുള്ളത് തുറന്ന് സമ്മതിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതാണ് സ്പെയിൻ ഏറ്റവും അവസാനം ഈ ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായ സ്വകാര്യവൽക്കരണം, പ്രത്യേകിച്ച് ആരോഗ്യമേഖലയിലെ പ്രവർത്തനം, കോവിഡ് വന്ന് ഉത്കണ്ഠപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ അവർക്കത് ഉപേക്ഷിക്കേണ്ടി വരികയാണ്. സ്പെയിൻ ആരോഗ്യമേഖല സ്വകാര്യവൽക്കരണം മാറ്റി പൊതുവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ്. ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമാക്കി മാറ്റി എന്നുള്ളതാണ് കാണാൻ കഴിഞ്ഞ ഒരു ചിത്രം. അപ്പോൾ വ്യക്തമാക്കുന്ന ഒരു ചിത്രം കൂടി നമുക്കെല്ലാവർക്കും അറിയുന്നതിന് സാധിക്കുന്നു. അതായത് മുതലാളിത്തത്തിൻ്റെ, സാമ്രാജ്യത്വത്തിൻ്റെ, IMFൻ്റെയും വേൾഡ് ബാങ്കിൻ്റെയും തിട്ടൂരമനുസരിച്ച് നടപ്പിലാക്കിയ ആഗോളവൽക്കരണ സമീപനം ലോകത്തെമ്പാടുമുള്ള ജനതയുടെ ആരോഗ്യ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ അപ്രായോഗികമാണ്. ആ അപ്രായോഗികമാണ് എന്നുള്ളതിന് അടിവര ഇടുന്നതാണ് സ്പെയിനിൻ്റെ നിലപാട്. എന്തുകൊണ്ടാണ് വൈറസ് പ്രതിരോധത്തിന് ആവശ്യമായ രീതിയിലുള്ള മരുന്നുകളൊന്നും കണ്ടുപിടിക്കാത്തത്? ഇതൊരു വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. എന്തുകൊണ്ട് കണ്ടുപിടിക്കുന്നില്ല? അതിനടിസ്ഥാനപരമായ ഒരു കാര്യം, വൈറസിൻ്റെ അക്രമത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വലിയ മരണവും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് നൂറ്റാണ്ടിൽ 1-2 പ്രാവശ്യമായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി മരുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള യത്നം നടത്തി
വലിയ ശ്രമം നടത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പണം ചിലവഴിക്കുക എന്നുള്ളത് അവർ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇത് കഴിഞ്ഞാൽ അതങ്ങോട്ട് തീർന്നു, മരുന്ന് പിന്നെ വിറ്റഴിക്കാൻ സാധിക്കില്ല. അപ്പോൾ ബഹുരാഷ്ട്ര കമ്പനികൾ ഉൾപ്പെടെയുള്ള മരുന്നുൽപാദന മേഖലയിലെ ഭീമന്മാർ ജീവിതശൈലീ രോഗങ്ങൾക്ക് മരുന്ന് കണ്ടുപിടിക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം അത് തുടർച്ചയായിട്ട് വേണ്ട മരുന്നുകളാണ്, ലോകവ്യാപകമായിട്ട് വേണ്ടി വരുന്ന മരുന്നുകളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് ഈ മഹാമാരിയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്താൻ അവരുടെ താല്പര്യം വെച്ചുകൊണ്ട് തന്നെ ഒരു ശ്രമവും ഉണ്ടാവുന്ന കാര്യമില്ല എന്നുള്ളതും നമുക്കിതിൻ്റെ ഭാഗമായിട്ട് കാണാൻ കഴിയുന്നതാണ്. ഇപ്പോൾ സാമ്രാജ്യത്വം മനുഷ്യത്വപരമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ള സമീപനത്തിന് പകരം ചൂഷണത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ക്രൂരതയാണ് ഈ COVID-19 സന്ദർഭത്തിലും ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം ഞാൻ പറഞ്ഞു വെക്കുക. ഇപ്പോൾ ലോകവ്യാപകമായിട്ട് ഇടതുപക്ഷ ശക്തികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളെ സംബന്ധിച്ച് പരിശോധിച്ചാൽ വളരെ ചെറിയ അപകടത്തെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ക്യൂബ മുന്നോട്ടേക്ക് പോയത്. ക്യൂബ ലോകത്തെ മുഴുവൻ സഹായിക്കുന്നതിന് വേണ്ടി സന്നദ്ധതയുള്ള ഒരു രാഷ്ട്രമാണ്. പ്രത്യേകിച്ച് ഈ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ ലോകോത്തരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ച ഒരു രാഷ്ട്രം കൂടിയാണ്. അവിടെ 1337 പേർക്കാണ് രോഗം ബാധിച്ചത്. അതിനെ അതിജീവിച്ചു. 51 മരണമാണ് ഉണ്ടായത്. വിയറ്റ്നാമിൽ കിട്ടിയ കണക്ക് പരിശോധിച്ച് നോക്കിയപ്പോൾ 268. അതിൽ 216 പേർ രോഗമുക്തരായിട്ടുണ്ട്. ഉത്തര കൊറിയയിലും കാര്യമായ രീതിയിൽ വൈറസ് ബാധിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കണക്ക് നമ്മുടെ മുമ്പിൽ ഇല്ല. ചൈന വളരെ ഫലപ്രദമായ രീതിയിലാണ് ഇതിനെ പ്രതിരോധിച്ചത്. ചൈനയ്ക്കെതിരായിട്ടുള്ള വ്യാപകമായ പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ, പ്രത്യേകിച്ച് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്ഷേപങ്ങളും കാര്യങ്ങളെല്ലാം ഉള്ളപ്പോഴും നമുക്ക് കൃത്യമായിട്ട് ചൈനയെ മനസ്സിലാക്കാനാവും. ചൈനയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ട് സാധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം വുഹാനിൽ തളച്ചിടാൻ അവർക്കായി എന്നുള്ളതാണ്. ലോകത്തെ വൈറസിന് അവിടെ ആകെ 84,325 പേർക്കാണ് രോഗം ബാധിച്ചത് ഇതുവരെ. ഇപ്പോഴും വളരെ ചെറിയ രീതിയിൽ മാത്രമേ ബാധ ഉണ്ടാകുന്നുള്ളൂ. അതിൽ 77,346 പേരെ അവർക്ക് രക്ഷിക്കാനായി. 4,642 പേരാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാഷ്ട്രമായ ചൈനയിൽ മരണപ്പെട്ടത്. സാമൂഹ്യമായ കവചം സൃഷ്ടിച്ച് ആരോഗ്യ പ്രവർത്തനത്തെ ശാസ്ത്രീയമായിട്ട് മുന്നോട്ടേക്ക് നയിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ പ്രഭവ കേന്ദ്രമായ വുഹാനിൽ അതിനെ തളച്ചിട്ടുകൊണ്ട് വൈറസിനെ നേരിടുന്നതിന് വേണ്ടി, അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി അവർക്ക് സാധിച്ചു എന്നുള്ളത് സത്യമാണ്. ഇപ്പോൾ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ ഒരു പൊതുചിത്രം പരിശോധിച്ചാൽ മനുഷ്യത്വ മുഖമുള്ള ആതുര ശുശ്രൂഷ മേഖലയിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്, രാഷ്ട്രം ഫലപ്രദമായി മുതൽ മുടക്കി മുന്നോട്ടേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്. മുതലാളിത്ത രാജ്യങ്ങൾക്ക് അവരുടെ വരുമാനത്തിൻ്റെ, അവരുടെ സമ്പത്തിൻ്റെ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ശതമാനം മാറ്റിവെച്ച് ജനങ്ങളെ സഹായിച്ചുകൊണ്ടുള്ള ഈ പ്രതിരോധത്തിന് മുമ്പോട്ടേക്ക് വരാൻ അവർക്കായിട്ടില്ല എന്നുള്ളതിൻ്റെ ചിത്രം കൂടുതൽ വ്യക്തമായി വരികയാണ്. കോഓപ്പറേറ്റീവുകളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുതലാളിത്ത രാജ്യങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പരിശോധിച്ച് നോക്കിയപ്പോൾ നമുക്ക് ലോകവ്യാപകമായിട്ട് കാണാൻ കഴിയുന്ന ചിത്രം ജനങ്ങളുടെ താല്പര്യമല്ല,
കോർപ്പറേറ്റുകളുടെ താല്പര്യമാണ് സംരക്ഷിക്കപ്പെടുന്നത് എന്ന് തന്നെയാണ്. ഇന്നത്തെ ലോക പശ്ചാത്തലത്തിൽ സാമൂഹ്യമായ ഉൽപ്പാദനവും സാമൂഹ്യമായ വിതരണവുമെന്ന മാർക്സ് ചൂണ്ടിക്കാണിച്ച സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ മാത്രമേ മനുഷ്യൻ്റെ ജീവന്, മനുഷ്യൻ്റെ ആരോഗ്യത്തിന്, നിലനിൽപ്പിന്, അവൻ്റെ ജനാധിപത്യ അവകാശങ്ങൾക്ക്, പൗരസ്വാതന്ത്ര്യത്തിന് കൃത്യമായ ഗ്യാരണ്ടി നൽകാനാവുള്ളൂ. ഞങ്ങൾക്കാണിതെല്ലാം സാധിക്കുക എന്ന് അമേരിക്കയും മുതലാളിത്ത രാജ്യങ്ങളുമെല്ലാം അവരുടെ തന്നെ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തി ജനാധിപത്യത്തിൻ്റെ അപ്പോസ്തലന്മാരായി, ജനസംരക്ഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചാമ്പ്യന്മാരായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും ലോക ജനത അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കുകയാണ് അത് അമേരിക്ക ഉൾപ്പെടെ അവർക്ക് ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഏറ്റെടുക്കാനാവില്ല. അത് വ്യക്തിപരമായ ട്രംപിൻ്റെ പ്രശ്നം മാത്രമല്ല, മുതലാളിത്ത സാമ്രാജ്യത്വ വ്യവസ്ഥയുടെ പ്രശ്നമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ കേരളം ഒരു സോഷ്യലിസ്റ്റ് രാജ്യത്തിൻ്റെ പട്ടികയിലൊന്നും ഉൾപ്പെടുന്നതല്ല. മുതലാളിത്ത സമൂഹത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളം. എന്നാൽ 1957 സഖാ VMS ഗവൺമെൻറ് മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുകൾ കേരളത്തെ വലിയ രീതിയിൽ മാറ്റത്തിന് വിധേയപ്പെടുത്തിയിട്ടുണ്ട്. അത് വെറുതെ ഉണ്ടായതൊന്നുമല്ല, ബോധപൂർവമായ മാറ്റം തന്നെയാണ്. അതിലേറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റം 1957 തുടങ്ങി വെച്ച് 1969, അതായത് 67 സഖാ VMS ഗവൺമെൻറ് കാർഷിക ഭൂപരിഷ്കരണ ഭേദഗതി നിയമം എന്ന ഒരു നിയമം പാസ്സാക്കുകയും അത് പിന്നീട് 1970 ജനുവരി മാസം 1-ാം തീയതി മുതൽ സംഘടിത പ്രസ്ഥാനത്തിൻ്റെ പോരാട്ടത്തിൻ്റെ ഫലമായി നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്തപ്പോൾ ജന്മിത്വം അവസാനിപ്പിക്കാനായി എന്നുള്ളതാണ്. പാവപ്പെട്ട 36 ലക്ഷം കുടുംബങ്ങൾക്ക് സ്വന്തമായിട്ട് ഭൂമി കിട്ടി എന്നുള്ളതാണ്. വാരം പാട്ടം ഉൾപ്പെടെയുള്ള വെച്ചുകാണൽ, കങ്കാണി, നൂരി, മുക്കാല്, വാശി, വണ്ണാത്തി, മാറ്റിമുടക്കൽ, കല്ലും തോലും വെച്ചുകെട്ടൽ, കൂലിയാൻ ഉൾപ്പെടെയുള്ള നിരവധി ജന്മിത്വത്തിൻ്റെ അക്രമ സമീപനത്തെ പ്രതിരോധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ജന്മിത്വം അവസാനിപ്പിക്കാൻ കഴിഞ്ഞ ഒരു സംസ്ഥാനമാണ് കേരളം. ഇവിടെ ഭൂബന്ധത്തിൽ മൗലികമായ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആ മൗലികമായ മാറ്റത്തെ തുടർന്നങ്ങോട്ട് ജനകീയാസൂത്രണം ഉൾപ്പെടെയുള്ള നിരവധി പരിപാടികൾ, അതുപോലെ തന്നെ സാക്ഷരത ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ എല്ലാം കാഴ്ചവെച്ചുകൊണ്ട് സേവന മേഖലയിലും അതുപോലെ തന്നെ കാർഷിക മേഖലയിലും വിവിധ തലങ്ങളിലാകെ ഗവൺമെൻറ്റുകൾ നടത്തിയ ഫലപ്രദമായ പ്രവർത്തനത്തിൽ ഒരു ഭാഗം ആതുര സേവനവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയാണ്. ആരോഗ്യ പ്രവർത്തകരുടെ ഫലപ്രദമായ ഇടപെടലാണ്. സാമൂഹ്യ ജീവിതത്തിൻ്റെ തുറകളിൽ പാവപ്പെട്ട മനുഷ്യരുടെ ആരോഗ്യ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനം താഴെ തലം മുതൽ മേലേ തലം വരെ ഒരു വർഗപരമായ വീക്ഷണത്തോടു കൂടി തന്നെ ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ ഏറ്റവും അവസാനത്തെ നമ്മുടെ ആർദ്രം മിഷൻ ഉൾപ്പെടെ നമുക്ക് മനസ്സിലാക്കാനാവും പാവപ്പെട്ടവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ ജീവിത സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ ഒരു പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിന് കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലത്തെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഇപ്പോഴും നല്ല പോലെ സാധിച്ചിട്ടുണ്ട്. ആ സാധിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഈ കോവിഡിൻ്റെ കോവിഡ്-19 രോഗം ബാധിച്ച ആദ്യത്തെ റിപ്പോർട്ട് കേരളത്തിലുണ്ടായത്. അതുമുതൽ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് മുതൽ നിപ്പോ വൈറസിൻ്റെ അനുഭവം കൂടി ഉള്ള കേരളത്തിൽ ഈ വൈറസുകളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ മുൻകൈ എന്തൊക്കെ വേണം? ആരോഗ്യവകുപ്പ്, മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി ശൈല ടീച്ചർ, അതിനെയൊക്കെ യോജിപ്പിച്ചുകൊണ്ട്, എല്ലാ തലങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് കുറ്റമറ്റ രീതിയിലുള്ള ഒരു പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിനായി എന്നുള്ളത് കൊണ്ടാണ് കേരളം ലോകത്തിന് മാതൃകയാവുന്ന, ഇന്ത്യക്ക് മാതൃകയാവുന്ന കോവിഡ്-19 പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ മുൻപന്തിയിൽ നിൽക്കാൻ സാധിച്ചത്.
എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കുന്ന ജനങ്ങളെയും ഒപ്പം നിർത്തിക്കൊണ്ടു പോകാനാണ് ശ്രമിച്ചത്. പക്ഷേ ആദ്യം മുതൽ കേരളത്തിലെ വലതുപക്ഷം ട്രംപ് പറഞ്ഞതുപോലെ ഇതത്ര കാര്യമാക്കാനില്ല, കേരളത്തിൽ ഈ വൈറസ് നിൽക്കാൻ പോകുന്നില്ല, നല്ല ഉഷ്ണപ്രദേശമാണ്, നല്ല ചൂടാണ്, ആ ചൂടുള്ള സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഈ വൈറസ് നശിച്ചു പോകും. അപ്പോൾ ഇവിടെ പറയുന്നത് പോലെ ഇതിൻ്റെ ഗൗരവമൊന്നും ഉള്ളതല്ല. അപ്പോൾ വളരെ ലാഘവത്തോടു കൂടിയാണ് BJPയുടെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾ ഉൾപ്പെടെ ഈ പ്രസ്താവനയുമായി വന്നത്. പിന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അമേരിക്കൻ മോഡലാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ അമേരിക്കൻ മോഡൽ എന്താണ് എന്ന് ഞാൻ നേരത്തെ വ്യക്തമാക്കി. അപ്പോൾ ഈ നാടിൻ്റെ പ്രതിരോധ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ശാസ്ത്രീയമായി എടുക്കേണ്ട കാര്യങ്ങളെ മുതലാളിത്ത നിലപാടുകൾ വെച്ചുകൊണ്ട് വിമർശിക്കാനാണ് ആദ്യം മുതലേ തയ്യാറാവുന്നത്. ആ വിമർശനമുണ്ടായെങ്കിലും ഗവൺമെൻറ് ശരിയായ പാതയിലൂടെ തന്നെ മുന്നോട്ടേക്ക് പോയി. അങ്ങനെ മുന്നോട്ടേക്ക് പോയപ്പോഴാണ് 80 ലക്ഷത്തോളം ആളുകൾക്ക് ബാധിക്കാനിടയുള്ള ഒരു രോഗമാണ്, മഹാമാരിയാണ് വരാൻ പോകുന്നത് എന്നുള്ള നിർദ്ദേശം, അതിനെപ്പറ്റിയുള്ള ഉത്കണ്ഠ കേരളത്തിലും ഉയർന്നു വന്നപ്പോഴാണ് ഇതിനെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി സാധിക്കേണ്ടുന്ന ആവശ്യകത നമുക്ക് മനസ്സിലാവുന്നത്. സ്പ്രിംഗ്ലർ അവിടെയാണ് വരുന്നത്. അത് സംബന്ധിച്ച് ഇന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ഞങ്ങൾ 99% വിജയിച്ചിരിക്കുന്നു എന്നാണ്. ശുദ്ധ അസംബന്ധമാണ് പറയുന്നത് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. സ്പ്രിംഗ്ലർ ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടിട്ടില്ല. അതുമായിട്ട് മുന്നോട്ടേക്ക് പോകാമെന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. അത് പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ പാടില്ല എന്നുള്ള നിലപാടായിരുന്നു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മുമ്പോട്ടേക്ക് വെച്ചത്. ഒന്നുകിൽ അത് സസ്പെൻഡ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ റദ്ദ് ചെയ്യണം. എന്നിട്ട് വ്യക്തിപരമായ ചുമതല കേരളത്തിന് മുഖ്യമന്ത്രിക്കുണ്ട് എന്ന് കണക്കാക്കിയിട്ട് പിണറായി വിജയനോട് ഇവിടെ നഷ്ടപ്പെട്ടു എന്ന് അവർ പറയുന്ന 100-200 കോടിയോളം ഉറുപ്പിക തിരിച്ചു പിടിക്കണം എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അസംബന്ധമാണ്. കോടതി ഇപ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞു, അങ്ങനെയുള്ള ഒരു വ്യക്തിപരമായ പ്രശ്നം വെച്ചുകൊണ്ട് ഒരു നോട്ടീസ് പോലും അയക്കാൻ പാടില്ല എന്ന നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, വളരെ അപകടകരമായ ലോകം അഭിമുഖീകരിക്കുന്ന COVID-19 അഭിമുഖീകരിക്കാൻ ഫലപ്രദമായ നിലപാട് സ്വീകരിച്ച് കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോകുമ്പോൾ അതിനുള്ള സംവിധാനത്തെ കൃത്യമായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയും വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസിൻ്റെ എല്ലാം പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ വളരെ ശ്ലാഘിക്കപ്പെടുന്ന സ്ഥിതിയാണ്. ലോകം തന്നെ അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. നമ്മുടെ ഈ കേരളത്തിലെ കോവിഡ് കാലത്തുള്ള പ്രവർത്തനങ്ങളെ ഇവിടെ അകപ്പെട്ടു പോയ വിദേശികൾ ഉൾപ്പെടെ തിരിച്ചു പോയപ്പോഴും ഇവിടെ ഉള്ളവരും അല്ലാത്തവരുൾപ്പെടെയുള്ള കേട്ടറിഞ്ഞവരുൾപ്പെടെ വലിയ രീതിയിൽ ശ്ലാഘിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇടതുപക്ഷത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യലിസ്റ്റ് രാജ്യം ഒന്നും ആയിട്ടില്ലെങ്കിലും ഇടതുപക്ഷ നിലപാട് മനുഷ്യത്വപരമായ നിലപാടാണ്, ജനങ്ങളോടൊപ്പം നിർത്തിക്കൊണ്ടുള്ള നിലപാടാണ്. പൂർണ്ണമായും ഗവൺമെൻറ്റിൻ്റെ ചെലവിൽ ഗവൺമെൻറ് തന്നെ മുൻകൈയെടുത്തുകൊണ്ട് ഓരോ ദിവസവും പത്രസമ്മേളനം നടത്തിയിട്ട് ഇന്ന് എന്താണ് സംഭവം, ലോകത്തെന്താണ്, ഇവിടെ കേരളത്തിലെന്താണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഉറപ്പുവരുത്തിക്കൊണ്ട് ഇനി എങ്ങനെ നമുക്ക് മുന്നോട്ടേക്ക് പോകണമെന്ന് ജനങ്ങളെ അതിൻ്റെ പിന്നിൽ അണിനിരത്തിക്കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും അതിന് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും നല്ല ദിശാബോധത്തോടു കൂടി മുന്നോട്ടേക്ക് പോയപ്പോൾ ഈ കേരളം ഒന്നടങ്കം രാഷ്ട്രീയ വൈറസ് ബാധിച്ച ചില പ്രതിപക്ഷ വലതുപക്ഷ ശക്തികൾ ഒഴിച്ച് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും നിൽക്കുന്ന എല്ലാ തരത്തിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള രാഷ്ട്രീയമായ ധാരണയുള്ള മനുഷ്യരാകെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട്
ഈ കേരളം അഭിമുഖീകരിക്കുന്ന പ്രശ്നം പരിഹരിക്കാൻ ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും ഫലപ്രദമായ പ്രവർത്തനം നടത്തുന്നവരാണ് കേരളം എന്ന് ഭാവി ചരിത്രം രേഖപ്പെടുത്തുന്ന രീതിയിൽ നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കുന്നത് ഇടതുപക്ഷ സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ഉപസംഹരിക്കുകയാണ്.